ഗൈസ് ഞാനിപ്പോൾ പൊരി വെയിറ്റാണോന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. ബട്ടല്ല, എൻ്റെ കമൻറ്റ് ബോക്സിന് കൂടുതലായിട്ട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇല്ല എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഹെയറിൻ്റെ രഹസ്യം എന്താണ്, ഹെയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹെയർ നല്ലതുണ്ടോ എന്നുള്ളത്. അത് ശരിക്കും പറയാന്ന് വെച്ചാൽ എൻ്റെ അമ്മേനോട് അച്ഛനോട് ചോദിക്കും. മോശമായിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണ്, എന്നിട്ട് പോലും എൻ്റെ ഹെയർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലവട്ടം ഒരു കാരണമുണ്ട്. എൻ്റെ വീട്ടിലായാലും അതുപോലെ തന്നെ ഫ്ലാറ്റിലായാലും എനിക്ക് കിട്ടിയൊരു സാധനമാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പൊരിവെയിലത്ത് ടെറസിൻ്റെ മുകളിൽ കയറിയത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴ വരും, അപ്പോൾ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഗൈസ് ഞാൻ ഒരു സാധനം റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇവൾ ഇത്രയും ഡയലോഗ് അടിച്ചു നിന്നിട്ട് കാണിച്ചു തരാൻ പോകുന്ന സാധനം എന്ന്. അതെ, ഞാൻ ഉപയോഗിക്കുന്ന കാരണത്തിലേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇത്തവണ ഞാൻ കാണിച്ചിരുന്നത് കറ്റാർവാഴ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കാം ഇത് തന്നെയല്ലേ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചു തന്നെന്ന്. അതെ, ഇത് തന്നെയാണ്. കാരണം എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടായ സാധനം പിന്നീട് ഇങ്ങനെ പറയുന്നത്. കാരണം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് യൂസാക്കി നോക്കും, നല്ല രീതിക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഒരു ആയുർവേദ ഷോപ്പ് പോയിട്ട് വാങ്ങിയിട്ട് നിങ്ങൾ യൂസാക്കിയതിൻ്റെ ഒരു തണ്ട് മാത്രം നിങ്ങൾ ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിലാക്കിയിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് വളർത്തി നോക്കും. ഒത്തിരി ഉണ്ടാവും കേട്ടോ, എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ട്. ഇത് ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ നമുക്ക് ആയുർവേദ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെയുള്ള ബിജുവേട്ടൻ ഇവിടെ അവരെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ചൊക്കെ ഞാനും എടുത്ത് യൂസാക്കാറുണ്ട്, ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളൊന്ന് യൂസാക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ വീഡിയോ എവിടെ എടുത്ത് നോക്കിയാലും കറ്റാർവാഴ മാത്രമല്ലേ ഉള്ളൂ. എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനത്തെക്കുറിച്ച് പറയാനല്ലേ. അപ്പം ഞാനിതാണ് ഉപയോഗിക്കുന്നത്. വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് മാറ്റി വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാൻ ഈ ഒരു സാധനം മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം എൻ്റെ ഹെയർ ഡ്രൈ ആയ ഒക്കെ തന്നെ ഞാൻ ഇത് തന്നെയാണ് ഗേസ് ഉപയോഗിക്കുന്നത്. വെച്ചിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും ഇത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ഒറ്റവട്ടം ട്രൈ ചെയ്താൽ പോരാ, ഒരു മാസങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയായിരിക്കും. ഈസിലി എന്താ പറയുക, സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോനകത്ത് പറഞ്ഞുതരാം. അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഞാൻ മഴ വരുന്നെന്ന് പറഞ്ഞ് നാവ് വായിലിട്ടതേ ഉള്ളൂ. നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. എത്ര പെട്ടെന്നല്ലേ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. നല്ല രീതിക്ക് ഡ്രോപ്സ് വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെന്തായാലും യൂസ് ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബൈ.